ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നുണ്ടാക്കുന്നത് ഒരു വീറ്റ് കുക്കീസാണ്. അതിനുവേണ്ടി 1 കപ്പ് ആട്ട നമ്മളൊരു ബൗളിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കണം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 4 ഏലക്കായുടെ തൊണ്ട് കളഞ്ഞ കുരു അതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ച മിക്സ് നമുക്ക് നമ്മുടെ ആട്ടയുടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ എല്ലാ പഞ്ചസാരയുടെയും ഏലക്കയുടെയും ഫ്ലേവർ ആട്ടയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ടാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാനുണ്ട്. ആ മധുരം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഉപ്പ് ചേർക്കുന്നത്. ഇനി അതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം 1/2 കപ്പ് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു സ്പൂണും കൊണ്ട് പയ്യൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ നമ്മൾ നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ ആ കട്ടകളൊക്കെ ഉടച്ച് വേണം അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് ഓയിലും ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ആ ഉണ്ടകളൊക്കെ പൊടിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അങ്ങനെ 2-3 തവണയായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കുഴച്ചെടുക്കുക. ഇത് ഒത്തിരി നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കുന്ന പോലെ ഒത്തിരി ബലമായിട്ടോ ഒന്നും കുഴക്കേണ്ട കാര്യമില്ല. പയ്യെ നനച്ച് കൊടുക്കുക. വിരലുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ പൊറോട്ട ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി നീഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്കിതൊരു ഉണ്ടയാക്കാൻ പാകത്തിന് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ വീണ്ടും ഓയിൽ ആഡ് ചെയ്യുക. 1/2 കപ്പ് ഓയിൽ തന്നെ മതിയാവും. നമുക്ക് പയ്യൊന്ന് ഉരുട്ടി നോക്കുക. ഒരു ഉണ്ടയുടെ രൂപത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പയ്യെ വെറുതെ സോഫ്റ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് 2 കൈ കൊണ്ടും വെച്ച് നല്ല ഷേപ്പ് റൗണ്ട് ആക്കി എടുക്കുക. കണ്ടോ, ഇങ്ങനെയായി കിട്ടും നമ്മുടെ കുക്കീസ്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. എല്ലാം അതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പയ്യെ എല്ലാം പരത്തി വെച്ചതിന് ശേഷം കൈ കൊണ്ട് ശരിക്കൊന്ന് ഒതുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് എള്ള് ആഡ് ചെയ്യുന്നിട്ടുണ്ട്. ആ എള്ള് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ എല്ലാത്തിലും ഒരു 3-4 എള്ള് വീതം ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാത്തിലും ചെയ്ത് വയ്ക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല ചെയ്താലും ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എല്ലാത്തിലും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് കൺവെക്ഷൻ മോഡിൽ 160 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്. 160 ഡിഗ്രിയിലാക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഹീറ്റ് ആയിക്കോളും. ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രീഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓവൻ റണ്ണിങ് ആണ്. ഇനി ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ അത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ട്രേ അകത്തോട്ട് വെക്കാം. ട്രേ എടുത്ത് നമുക്ക് അകത്തോട്ട് വെക്കാം. എന്നിട്ട് ഓവൻ ക്ലോസ് ചെയ്തിട്ട് ഈ ഓവനിൽ കുക്കീസിനുള്ളൊരു ഓട്ടോ സേവ്ഡ് മോഡ് ഉള്ളതുകൊണ്ട് ഞാൻ ആ കുക്കീസിനുള്ള ഓപ്ഷനാണ് വെക്കേണ്ടത്. അതില്ലാത്തവർക്ക് നോർമൽ കൺവെക്ഷൻ മോഡിൽ 160 തന്നെ ബേക്ക് ചെയ്താൽ മതി. ഞാൻ കുക്കീസിൽ പ്രസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 15 മിനിറ്റ്സിന് വരും. 160ൽ 15 മിനിറ്റ്സിന് വരും. ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. റണ്ണിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കുക്കീസ് അതിനകത്തിരുന്ന് ബേക്കായി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബേക്കായിട്ടുണ്ട്. നമുക്ക് കുക്കീസ് തുറന്ന് നോക്കാം.
നമുക്ക് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. കുക്കീസ് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ക്രാക്ക് കണ്ടോ, അതിനകത്ത് ആ ക്രാക്കാണ് അതിന് പെർഫെക്റ്റായിട്ട് ബേക്ക് ആയതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. നമുക്ക് കുക്കീസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.